വ്യവസായ പ്രമുഖൻ സി ജെ റോയിയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദീകരണം തേടും. IT പരിശോധനയ്ക്കെതിരായ കേസ് റോയ് പിൻവലിച്ചത് എന്തിന് എന്നതിലേക്കാണ് അന്വേഷണം നീളുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നിയമോപദേശകരെയും SIT കാണും. KB ശ്രീധരൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീധരൻ, വളരെ ദാരുണമായൊരു സംഭവം. ഇതേ തുടർന്ന് നിരവധി ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നത്. ഈ IT പരിശോധനയുമായി ബന്ധപ്പെട്ട് നൽകിയ കേസ് CJ റോയ് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടും ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. SIT ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണല്ലോ. മറ്റൊന്ന്, ഇവരുടെ കുടുംബാംഗങ്ങളുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ ചേർന്ന് അവരുടെയൊക്കെ മൊഴിയെടുക്കാനും SITക്ക് തീരുമാനമുണ്ടല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ആദായനികുതി വകുപ്പ് പരിശോധനകൾക്കെതിരെ CJ റോയ് കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതിയാണ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഈ ഹർജി പെട്ടെന്ന് തന്നെ, അതായത് 2 ദിവസത്തിനകം തന്നെ CJ റോയ് ഈ ഹർജി പിൻവലിക്കാനും അപേക്ഷ നൽകി. ഡിസംബർ 3-നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും ഈ ഹർജി ഇങ്ങനെ പെട്ടെന്ന് പിൻവലിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നാണ് പ്രധാനമായിട്ടും ഈ SIT പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദമോ ഭീഷണിയോ ഈ ഹർജി പിൻവലിക്കാൻ കാരണമായിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു കാര്യം, ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഇവരുടെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള വ്യക്തിയെ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ സമ്മർദ്ദമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി ഒന്നുകൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ ഈ CJ റോയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി, ഇപ്പോൾ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി SIT കടക്കുന്നുണ്ട്. അതിന് പ്രധാന IT പരിശോധന നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് CJ റോയി. സാധാരണ IT റെയ്ഡ് നടക്കുന്ന സമയത്ത് എത്തുന്ന ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവൻ വാങ്ങി വയ്ക്കുകയോ അതിൽ നിന്ന് മാറ്റി, ഈ ആരുടെ പരിശോധനയ്ക്കായാണ് എത്തിയത് അവരെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് നിയമപരമായി. പക്ഷേ ഈ സാഹചര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല. ഇപ്പോഴും ഇതൊരു IT പരിശോധന, റെയ്ഡായിരുന്നോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പരിശോധനയായിരുന്നോ എന്നത് വ്യക്തമല്ലല്ലോ. എന്താണ് അതിൻ്റെ വിശദവിവരങ്ങൾ, ശ്രീധരൻ? ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു വ്യക്തത വന്നതാണ്. അതായത് ആദായനികുതി വകുപ്പ് ഈ സംഭവ ദിവസം പരിശോധന നടത്തിയിട്ടില്ല. അതായത് ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും CJ റോയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അന്ന് ഉണ്ടായിട്ടില്ല എന്ന് നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ഓഫീസിലെത്തുന്നത് 3 മണിയോട് കൂടിയാണ്. ഈ ആദായനികുതി വകുപ്പ് ഓഫീസിലെത്തുന്നത് 12 മണിയോട് കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പരിശോധനയുടെ ഭാഗമായിട്ട് കുറച്ച് ഫയലുകൾ ഒരു മുറിയിൽ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു. ആ ഫയലുകൾ എടുക്കുക എന്നുള്ള ഉദ്ദേശം, അത് പരിശോധിച്ച് അത് കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അന്നുണ്ടായതെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ഏതായാലും CJ റോയ് പെട്ടെന്ന് ക്യാബിനിലേക്ക് പോയി. ക്യാബിനുള്ളിൽ മുറി ലോക്ക് ചെയ്തു. പുറത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരനോട് ആരെയും അകത്ത് കടത്തരുത്, അതായത് ഏറ്റവും അടുത്ത ആളുകളെ പോലും അകത്തേക്ക് കടത്തരുത് എന്ന് പറഞ്ഞു പോയി. ഇതിൽ സംശയം തോന്നിയ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള MD ആയിട്ടുള്ള ജോസഫ് അദ്ദേഹത്തോട് ഒപ്പം നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോലും അകത്തേക്ക് കടത്തിവിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയം കഴിഞ്ഞും അദ്ദേഹം CJ റോയ് പുറത്തു വരാതായതോടുകൂടിയാണ് ഇവർ അകത്ത് കയറി നോക്കുന്നത്. അപ്പോൾ ഈ വെടിയേറ്റ നിലയിൽ കണ്ടെത്തുകയാണ് ചെയ്തത്. ഏതായാലും ഇക്കാര്യത്തിൽ CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോൾ, അതായത് CJ റോയുടെ ക്യാബിനുള്ളിൽ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാക്കിയിരുന്നു. അതെന്തിനാണ് എന്നുള്ളൊരു വിശദീകരണം കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്ന് SIT തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ മറ്റിടങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിക്കുമ്പോൾ അന്ന് അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് SIT ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും ഇതിൻ്റെ ചുരുളഴിക്കാൻ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് SIT സംഘം ഇപ്പോൾ കടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴി വീണ്ടും എടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.